അങ്ങനെ ഇന്നത്തെ ഒരു ഞായറാഴ്ച നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. ക്രീക്ക് ഹാർബർ കാണാൻ പോവുകയാണ്. ഇത് ഫായിസ് വളപ്പിൽ, റിയാസ് 16. നമ്മുടെ യാത്ര ക്രീക്ക് ഹാർബറിലേക്കാണ്. നമ്മുടെ വണ്ടി ചിലപ്പോൾ ഇതായിരിക്കും, അല്ലെങ്കിൽ ആ വാഹനമായിരിക്കും. അതിന്റെ മുതലാളി പുറത്താണ്, ഇപ്പൊ വരും. പൈസ ക്രീക്ക് ഹാർബറിൽ എന്താ കാണാനല്ലേ? പറയും എന്താ കാണാനുള്ളടാ? സൺസെറ്റ് ഭയങ്കര അടിപൊളിയാ, കിഡിലോ മാസ്മരിക. താങ്കൾ ക്രീക്ക് ഹാർബർ കണ്ടിട്ടുണ്ടോ? കണ്ടില്ല. താങ്കൾ എന്താണ് കണ്ടത്? താങ്കളുടെ ജീവിത ലക്ഷ്യം എന്താണ്? എന്തിനാണ് ഇങ്ങോട്ട് വന്നത് താങ്കൾ? ദുബായിൽ വന്നിട്ട് ഇത്രയും സുഖമുള്ള പണി കിട്ടിയ ഒരു മനുഷ്യനെ അവരെ കണ്ടില്ല. ഇങ്ങനെ ഞാൻ 2 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടില്ല എൻ്റെ അത്ര സുഖം. സ്വന്തം പരിപാടി എന്താ, പണിക്കുവാൻ ഇഷ്ടമല്ല. അതാണ് ഇവൻ്റെ ആശാൻ. ഇവനെ വായി തെറ്റിച്ചിട്ട് ആശാൻ ഇവനാണ്. അപ്പോൾ ഗൈസ് അതാണ് 2 ആള് വരുന്നത്. അല്ലാഹുമ്മ സല്ലി. മൂന്ന ലുക്ക് കണ്ടോ? നമ്മള് എന്തായി ഏട്ടനും അനിയനും. ക്രീക്ക് ഹാർബർ കാണാൻ പോകുന്ന സുഹൃത്തുക്കളാണിത്. ഒരു ഹായ് പറയും. എന്നെ എന്തേത്താതൊക്കെ ഇട്ടേ അതിന്റെ മാറിക്കളാട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ക്രീക്ക് ഹാർബർ കാണാൻ പോവാണ്. ബാക്കി വിശേഷങ്ങൾ പോയി വന്നിട്ട് കാണാം. ഐഡിയാണ് നമ്മൾ ആര് വണ്ടി ഓടിക്കുമെന്നുള്ള കച്ചറ. ആർക്കും വണ്ടി ഓടിക്കാൻ പറ്റൂല. ആര് വണ്ടി ഓടിക്കുമെന്നുള്ള ചർച്ചയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മോനെ, എനിക്ക് വ്ലോഗ് എടുക്കണോ? അപ്പൊ ആരെടുക്കൂ? അതില്ലല്ല, എനിക്ക് ഏറ്റവും സെറ്റ് എടുക്കണോ? ആരും വണ്ടി എടുക്കാൻ താല്പര്യമില്ല. വണ്ടി ആരെടുക്കുമ്പോൾ ചർച്ചയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വായിസ് മുന്നേ ഇരുന്നാലേ വണ്ടി ഓടിക്കും. അല്ലേ ഓടിക്കൂല. അങ്ങനെ അവസാനം ഞാൻ തന്നെ കീഴടങ്ങിയിരിക്കുന്നു. ഈ മണ്ടന്മാർക്കൊന്നും വണ്ടി ഓടിക്കാൻ ഇഷ്ടമല്ല. ഡീസലേ അടിക്കൂല. കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് ഡിങ്കും മിങ്കുമാണ് ഗൈസ്. യാതൊരു ഉപകാരവും. സൈഡിൽ ഇരിക്കാനുള്ള കച്ചറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ വണ്ടി ഓടിക്കാൻ പോവാണ്. ഞാനാണ് മെയിൻ. അപ്പോൾ നമ്മൾ ചാവി ഇതിലിങ്ങനെ ഇടുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതാണ് കോക്പിറ്റ്. ഇതാണ് പെട്രോള. അങ്ങനെ ചെയ്ത് ഇവിടെ ഞാൻ കുറച്ച് ഇപ്പൊ നമ്മള് ക്രീക്ക് ഹാർബറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ ബെൽറ്റ് ഇടുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ചായ ഉണ്ടോ? ചായ എന്ന് പറഞ്ഞാല് ഒരു വികാരം. ചായ പോയി ചാടിച്ചിട്ട് കാര്യമില്ല. ആദ്യം ക്രീക്ക് ഹാർബർ അവിടെ നേരെ പോയിട്ട് കാര്യമില്ല. ആൾക്കാർ കാത്തുകൊണ്ട് ഇന്ന് ചായ അല്ല, അമ്പൊക്കെ മെല്ലെടുക്കണമെങ്കിൽ ആ ഒരു വണ്ടി ഓടിക്കാം. അത്രേ ഉള്ളൂ. മൗണ്ടി അല്ല, എഞ്ചി മൗണ്ടിങ്. വണ്ടി നന്നാക്കി വണ്ടി ഓടിച്ചോ എന്താ പോയെന്ന് ഓർമ്മല്ല. മുതലാളി വണ്ടി ഓടിച്ചു നോക്കുമ്പോ ഏതാ പള്ളി? ഇതാണ് ഞങ്ങളെ ഹോം ടൗൺ ഗൈസ്. ഗേറ്റ് ഇങ്ങനെ തുറക്കും, നമ്മളെ വണ്ടി അതാ തുറക്കും. ഇത്രയും സെറ്റപ്പ് ഹോൾഡ് നമുക്ക് ഇവിടെ. ബേക്കത്തോ മാറ്റി, മുമ്പത്തോ മാറ്റി. സംഗതി മുമ്പത്തെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റേ ബസ്സാണ്. ബ്ലൂ മാർട്ട് സൂപ്പർ മാർക്കറ്റ്. അൽക്കൽഗേറ്റ് കമ്മ്യൂണിറ്റി. ഇതാണ് ഞങ്ങളുടെ അങ്ങാടി. ഇതാണ് KFC. നിങ്ങൾ KFC കണ്ടിട്ടുണ്ടോ?
ഇതെല്ലാം കൂടി ഇത് അങ്ങനെ കൊള്ളിക്കാത്ത കുറേ മിനിറ്റിൽ യൂട്യൂബ് യൂട്യൂബ് ഒരു മണിക്കൂറുള്ള വ്ളോഗാണ്. ആണോ? ഞാൻ യൂട്യൂബ് ചാനലൊക്കെ ഓണാക്കി യൂട്യൂബർ ചെയ്തല്ലേ കാണിച്ചു കൊടുക്കും. കണ്ട് മതി. ഇതാണ് പൂക്കോടല്ല, ഇതാണ് നമ്മുടെ അൽക്കേറ്റ് അടുത്ത അങ്ങാടി. ഒരാളിന്റെ റൂം കാണിച്ചു കൊടുക്കാൻ മറന്നുപോയി. ഒരു ബ്ലോഗ് കാണുമ്പോൾ പോലെ കാണിച്ചു കൊടുത്തില്ല, അറിയില്ലേ? ആ വണ്ടി കാണിച്ചു കൊടുക്ക്. ഈറ്റ വണ്ടികളുണ്ട് നാട്ടില്. നാട്ടിൽ കണ്ടു വണ്ടി ഇല്ല, നാട്ടിൽ കാണൂല. പ്രയാസം ഇനി വണ്ടി ഓടിക്കാൻ കൊണ്ട് കുറച്ച് ഇനി നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഞങ്ങൾ സംഭവം ദുബായ് അങ്ങാടി തന്നെ ആണ്, മെയിൻ സിറ്റിയിലാണ് ഞങ്ങൾ. കണ്ടോ ബുർജ് ഖലീഫ അത്രക്കും അടുത്താണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബുർജ് ഖലീഫിന്റെ വ്യൂ ആണ്. നിങ്ങൾ നേരയിലും കറാമലും ബുർജ് ഖലീഫ കാണുന്നത് ഒക്കെ നമ്മളെടുത്തൊക്കെ തന്നെ കാരണം. ഇപ്പോൾ ഗൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അൽക്കേ റോഡിലേക്ക് കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇനി നമ്മൾ ബുർജ് ഖലീഫ കാണാൻ പോയത് ഗൈസ്. വണ്ടി ഓടിക്കുന്നതിനെ കൊണ്ട് മിതമായി നമുക്ക് വർത്താൻ പറയാൻ പറ്റൂ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കൈ കടിഞ്ഞിട്ടോ സാധനം വാങ്ങണം. അടുത്ത ബ്ലോഗിൽ നമ്മൾ ട്രൈപോഡ് വാങ്ങുന്നതായിരിക്കും. ഇങ്ങനെ മുന്നോട്ട് പോരാ. ഡ്രൈവിംഗ് അടുത്ത നമുക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അൽക്കേൽ മെയിൻ റോഡിലേക്കാണ്. 8 വരിയുള്ള റോഡാണ് നമ്മൾ അൽക്കേൽ റോഡ്. വെഹിക്കിളിൻ്റെ കുടുംബശ്രീ വർത്താനങ്ങൾ പറയുന്നുണ്ട്. തുടങ്ങി അടുത്തപ്പോൾ ഉറങ്ങും, സൈഡിലുള്ളവനിപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അൽക്കേ റോഡ് ഇറങ്ങിയവൻ ഉറങ്ങും. ബുർജ് ഖലീഫ വ്യൂ. ഈ ഒരു വ്യൂ നിങ്ങൾക്ക് നാട്ടിൽ കിട്ടുമോ? ഇത് കാണണമെങ്കിൽ ദുബായ് തരണം. ഇത് കണ്ടാൽ ദുബായിക്ക് വരും ചെയ്യും. ഇത് കണ്ടാരും കാണുമ്പോൾ തോന്നും ഇങ്ങോട്ട് വാ പണിക്ക് തോന്നും. എന്റെ ബ്ലോഗിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ്, ഒരിക്കലും ദുബായ് കണ്ടിട്ട് ദുബായിലേക്ക് ജോലിക്ക് വരരുത്. ഒരു സുഖവുമില്ല ഗൈസ്. ഇതൊന്നുമല്ല ദുബായ്. പൈസ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക, അല്ലേ ഇങ്ങോട്ട് വരരുത് ഗൈസ്. പൈസ ഉണ്ടാക്കാൻ വരാം, അത് താല്പര്യ കാര്യം. വീഡിയോ കണ്ടുവരരുത്. വലിയ പ്രതീക്ഷകളുമായിട്ട് ആരും ദുബായിക്ക് വരരുത്. എല്ലാരും വീഡിയോ ആണ് ചതിച്ചത്. ദുബായ് എന്ന് പറഞ്ഞാൽ അതാണ് ഇതാണെന്നൊക്കെ എല്ലാവരും പറയും. പണിയെടുത്താലേ പൈസ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ക്രീക്ക് ഹാർബറിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചായ ഇട്ടപ്പോ ചായ കുടിച്ചിട്ട് ചായ എങ്കിലും ഉണ്ടാവേനും. ഇപ്പൊ ചായ ഇല്ല. സ്ഥലത്തെത്തി, വണ്ടി നിറങ്ങാണ്. അങ്ങനെ പാർക്കിംഗ് നീണ്ട തപ്പലിനധികം നമുക്ക് പാർക്കിംഗ് കിട്ടി. ഇതാണ് നമ്മുടെ പാർക്കിംഗ്. അപ്പോൾ ഇനി ക്രീക്ക് ഹാർബർ കാണാൻ പോവുകയാണ്. ഡിഫൻഡർ സൈഡ് ഒന്ന് എടുക്കും മോനെ. സൈഡ് എടുക്കും മോനെ. സൈഡ് ഇട്ടോ, സൈഡ് എടുക്ക. പ്ലേറ്റ്, ആ പ്ലേറ്റിനൊക്കെ കോടികൾ വില ഉണ്ടോ? പ്ലേറ്റ് ആ 10 രൂപ വണ്ടിയാണ്. സ്റ്റെയർ ഓക്കെ. നമ്മൾ പുറത്ത് പോവുകയാണ് ഗൈസ്. അത് മേലോട്ടാണല്ലോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. ഗ്രൗണ്ട് അല്ല വേണ്ടി, ഗ്രൗണ്ട് ഇത് B1. ഇത് വണ്ണ
മടിയില്ലാതെ ഗ്രൗണ്ട് പോകണ്ട. ഗ്രൗണ്ട് താഴത്തല്ലേ ഗ്രൗണ്ട് പറഞ്ഞാല് അതന്നെ ഞാൻ ഇത് മുകളിലൊക്കെ പോകണ്ടത്. ഭീമണ്ണ് മുഖത്തല ഞങ്ങൾ ഇത് കേറിയിട്ടേ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം പോണ്ടിരുന്നാൽ ഒരു തലയും വാല ചെങ്ങൈമാല പരവി പോകുന്നത് ഒരു തലയും വാലില്ല. റോഡെത്തി ഇതല്ലേ ഓ ലൈനപ്പ് കണ്ടോ നിങ്ങള് മോനെ ഇതല്ല അളിയാ നമ്മൾക്ക് ഒരു ഡോർ ഡയറക്റ്റ് അതേടാ ഒരു വയ്യോ അറിയില്ല ഇങ്ങനെ അടുക്കന്നെ മോനെ സൂര്യൻ ഇപ്പം അസ്തമിക്കൂ. ഓ ക്യൂട്ട് ക്യൂട്ട് ബോയ്. അടച്ച റബ്ബേ അല്ല അവിടെ മൊത്തം തന്നെയാണല്ലോ. മക്കളൊന്നും കൊടുത്തില്ല നായ്ക്ക് കൊടുക്കുന്നു. ആ നായിന്റെ ചോദിക്കുന്ന പൈസ ഓ ആ നായിനെ പോരുന്ന പൈസ ഉണ്ടായിരുന്നല്ലോ നമുക്ക് 2 ഫ്ലാറ്റാണ്. ഫോട്ടോ റിയാസ്കാക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് ഗൈസ്. നമ്മൾ റിയാസ് ഖാൻ്റെ കല്യാണം ആലോചിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. ഏതാ ലുക്ക് ഓക്കെ വാ മോനെ ഓൻ്റെ വോട്ടറായിട്ടൊക്കെ കൈ വാ മതി വോട്ടറായിട്ടൊക്കെ വാ 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 ഫോട്ടോ എടുക്കില്ല മോനെ അവിടെ ലൈറ്റ് ലേറ്റാക്കാരാ. ഇപ്പം നമ്മൾ ക്രീക്ക് ഹാർബറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റുണ്ട്, നല്ല മിളം കാറ്റുണ്ട് ഇവിടെ. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അടിപൊളി. നിങ്ങൾക്ക് അതിൻ്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി അവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. സൗണ്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, കാരണം മൈക്കില്ലാത്തത് കൊണ്ട് ചെറിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാ അടുത്ത വ്ളോഗിൽ നമ്മൾ മൈക്കൊക്കെ വാങ്ങി ഉഷാറാക്കുന്നതാണ്. ഏതാ വ്യൂ, ഓ സെറ്റ് വ്യൂ. സംഭവം ഇതുവരെ ക്രീക്ക് ഹാർബറിൽ നമ്മൾ വന്നിട്ടില്ല. റിയാസ്മോ വരുന്നുണ്ട്. ഇടത്തോട്ടും വലത്തോട്ടും നോക്കണ്ട, നോക്കിയാൽ നമുക്ക് താങ്ങില്ല. അപ്പോൾ ഗായ്സ് നമ്മൾ ക്രീക്ക് ഹാർബറിൻ്റെ വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാ പ്രകൃതി രമണീയമായ വ്യൂ ആണ് നമ്മൾ ഇപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഏതാ ലുക്ക് എല്ലാം. ഓ ഏതാ വ്യൂ ഗൈസ്, ഈ വ്യൂ ആയിട്ട് കണ്ടോ. അതാണ് ഗൈസ് ഞങ്ങളെ പോരാ ബുർജ് ഖലീഫ. ബോട്ടോ പൈസ ബോട്ട് നമുക്ക് എത്രക്ക് വാങ്ങാം? 2 മില്യൺ കൊടുത്താൽ ബില്യണർ എന്നാലും എഴുതി വെച്ചേ. എന്ത് ബില്യണർ? ചാത്തൻ എന്ത് മനുഷ്യരാണ് പറയാം, നമുക്ക് എന്ത് ബില്യണർ? ഫോട്ടോഗ്രാഫർ മോനെ, ഏതാ ഫോട്ടോഗ്രാഫർ. പെൺകുട്ടികളുടെ രോമാഞ്ചം. എക്സ്ക്യൂസ് മീ, ഫോട്ടോ എടുക്കണ്ട, നമുക്കില്ല പോകാം. ഗൈസ് ആരും പച്ചയും മഞ്ഞയും നോക്കി ഇരിക്കരുത്, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. പല വ്യൂകളും ഉണ്ടാകും, ആരും അതൊന്നും ശ്രദ്ധിക്കരുത്. എല്ലാവരും ക്രീക്ക് ഹാർബറിലെ വ്യൂ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. എൻ്റെ ചാർജ് ഇപ്പോൾ തീരും, ചാർജ് തീരാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മൾ
ക്രീക്ക് ഹാർബർ കാണാൻ വന്നു. വണ്ടി ലോക്കാക്കാൻ മറന്നു പോയിട്ടുണ്ട് ഗൈസ്. നിങ്ങളോട് സംസാരിക്കുന്നിടെ ഞാൻ വണ്ടി ലോക്കാക്കാൻ മറന്നേക്ക്. ഓ എന്താ ഗൈസ്, എന്താ ഷോട്ട് നോക്കൂ ഗൈസ്. ഒരു ചെറിയോളവിടെ കുത്തന്തോ പഠിക്കുന്നുണ്ട്. തനിയേ മീകൾ തുളുമ്പിയോ വെറുതെ. എന്താ പറയാനുള്ളത്? ക്രീക്ക് ഹാർബർ എങ്ങനെയുണ്ട്? ഇവിടുത്തെ ബോട്ടിംഗ് ഒക്കെ നോർമൽ ആക്കാനുള്ള സെറ്റപ്പ് കൊണ്ടുവരണം. ഇപ്പൊ നമുക്ക് നടക്കൂല, നമ്മളെ പോലെ ആക്കി. നമ്മളെ പൈസക്കാരല്ലേ, സാധാരണക്കാർക്ക് നടക്കൂല. സാധാരണക്കാർ വന്നപ്പോ എന്താ ചെയ്യുക? ഇവിടെ വന്നാല് പോലും ഇങ്ങനെ നടന്ന് കളിക്കണം. അപ്പൊ നമുക്ക് ദുബായ് ഗവൺമെന്റിനോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അബ്ര പോലത്തെ 1 ദിറംസ് 2 ദിറംസിനൊക്കെ പോകാൻ പറ്റിയ ബോട്ടുകൾ സെറ്റപ്പുകൾ കൊണ്ടുവരണം. കാരണം ഞങ്ങളെ പോലല്ല, ഞങ്ങള് പൈസക്കാരാണ്, നമ്മളുടെ വിഷയമല്ല. പക്ഷേ സാധാരണക്കാരെ കുറേ ജനങ്ങളുണ്ട്, അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പൈസ കുറയ്ക്കണം കേട്ടോ, പ്ലീസ്. നമുക്ക് അതാണ് ഗൈസ്. ഞാൻ 2 ഫോട്ടോ എടുത്തെടുത്തിട്ട് ബാക്കി വിശേഷങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. പിന്നെ സംഭവം സൂര്യൻ അസ്തമിക്കാനായതുകൊണ്ട് 2 ഫോട്ടോ എടുത്താളുടെ കല്യാണം കാലിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും കുട്ടിയൊക്കെ അയച്ചെടുക്കാൻ വേണ്ടി ഇമ്മ അങ്ങനെ പറയലുണ്ട്, ഫോട്ടോ എടുക്ക് മോനേന്ന്. അതുകൊണ്ട് ഞാൻ 2 ഫോട്ടോ എടുക്കട്ടെ. ഫൈസ്ക 2 ഫോട്ടോ നല്ലോണം എടുത്തോ, കല്യാണം കാലിക്കുന്നല്ലേ. ഞാനും എൻ്റെ അമ്മ അങ്ങനെ അറിയാലുണ്ട്, ഫോട്ടോ എടുത്തോന്നേ. 2 ഫോട്ടോ ഞാനും ഫൈസ്കാം കൂടി എടുക്കട്ടെ. ഞാൻ 2 കല്യാണം ആലോചിക്കുന്നുണ്ട്, അതുകൊണ്ട് 2 ഫോട്ടോ എടുത്തിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബുർജ് ഖലീഫിൻ്റെ അല്ലെങ്കിൽ ക്രീക്ക് ഹാർബറിൻ്റെ മെയിൻ വ്യൂവിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാ വ്യൂ ചെയ്യണം മോനെ. സാധാരണക്കാരൻ്റെ ക്രീക്ക് ഹാർബറിൻ്റെ വാഹനമാണ് പോകുന്നത് ഗൈസ്. ഇവിടെ ഫോട്ടോഷൂട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ ഏതാ പോസ് എൻ്റെ മോനെ, ഷാറുഖ് ഖാൻ. അവിടെ ഒരു ബ്രൈറ്റ് ടൂബി നടക്കുന്നുണ്ട് ഗൈസ്. കിടിലം ഫോട്ടോഗ്രാഫർ വിത്ത് എൻ്റെ മോനെ. പൈസ കൊടുക്കണ്ടേ ഫോട്ടോ. കാണാതായ ആളെ കിട്ടിയിട്ടുണ്ട്. ഇവനെ നമ്മൾ കുറച്ച് മുന്നേ കാണാതായിട്ടുണ്ട്. ഫൈസ്ക ഒന്ന് മാറി കൊടുക്കും എടുത്തോട്ടെ. അപ്പോൾ ഫോട്ടോ എടുക്കാത്ത പ്രശ്നമാണ്, സെയ്തൂട്ടിൻ്റെ ഫോട്ടോ എടുക്കാത്ത വിഷയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓനൊരു ഫോട്ടോ എടുത്ത് കൊടുത്തില്ല. ഓനിപ്പോൾ എന്തിനാ ഫോട്ടോ എടുക്കുന്നത്? കല്യാണം ആലോചിക്കുന്നത്, പെണ്ണെട്ടിയല്ലേ. എന്തിനാ ഫോട്ടോ എടുക്കുന്നത്? പെണ്ണെട്ടി ഫോട്ടോ എടുക്കേണ്ട ആവശ്യമല്ല. മുടി വെട്ടാൻ ഞാൻ പറയാം, മുടി വെട്ടാണ്ട് പോരാൻ പറ്റൂലെന്ന്. ഞാൻ മാറ്റുന്നല്ല, മുടി വെട്ടാണ്ട് പോരാണ്ടില്ല, അത് കോലുണ്ടാവില്ല. നമുക്ക് മോനെ ഏതാ വ്യൂ. മാഷാല്ലാ പഠിച്ചോന്റെ സംഭവം തന്നെ കേട്ടോ വയസ്സേ അല്ലേ. ഇതൊക്കെ കണ്ടോ, ആസ്വദിക്കുന്ന ആൾക്കാരെ കണ്ടോ, ഒറ്റക്ക് നിന്ന് ഏതാ ആസ്വാദനം, ഏതാ എൻ്റെ മോനെ, ഏതാ ഫോട്ടോ. ഓ കിഡിലോ, ഏട്ടനും കിഡിലോ എൻ്റെ മോനെ. 90s ആണ്. ഏതാ മോനെ, ഏതാ ഫോട്ടോ. 2K കൂടെ മാറിയിരിക്കുന്നു ഗൈസ്. ഒരുത്തൻ ഹാർബർ വിചാരിച്ച് കഴിഞ്ഞാൽ ഈ ബേപ്പൂർ ഹാർബർ അല്ലെങ്കിൽ കോഴിക്കോടോ അങ്ങനത്തെ ഹാർബർ വിചാരിച്ച് വന്ന് നോക്കുമ്പോൾ ക്രീക്ക് ഹാർബർ എന്താണെന്ന് അറിയൂല. അതിന് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇത് ക്രീക്ക് ഹാർബർ വന്ന് ഇനി എന്താ ഹാർബറോ വിചാരിച്ചേ? എങ്ങനെ വിചാരിച്ച എങ്ങനത്തെ ഹാർബറോ വിചാരിച്ചേ? ബേപ്പൂരോ? ഹലോ, ഈ തന്തകളെ കൊണ്ട് നിൽക്കാനും ആവില്ല, ഇരിക്കാനും ആവില്ല. ഇറാനിയൻ മസാല ചുട്ട മീൻ തിന്നാനുള്ള കാര്യമാണെങ്കിൽ മീനിന്റെ പൈസ കളക്ട് ചെയ്യും. 3 മീൻ വാങ്ങി തിന്നാനുള്ള 50 ഉറുപ്പ്യ ഉണ്ട്. 3 മീൻ വണ്ടി ഞാൻ അടിക്കോ? വണ്ടി
വണ്ടി ഞാൻ തന്നെ വിട്ടോളാം. തേങ്ങി ഓടിക്കാൻ അജ്മാൽ അങ്ങനെ വിട്ടോളാം. അജ്മാലിൽ പോവാ നമ്മള് എടുക്കോ? ഇറാനി ആ ഒറ്റ പോക്ക് ഒറ്റ മൈൻഡ് അജ്മാലില് ഭക്ഷണം കഴിക്കാണെന്നോ റെഡിയാ. കാറ് കാണിച്ചില്ല അജ്മാനി. സാലിക്കിന്റെ അല്ല മുറിക്കല്ല. അപ്പൊ ആവും പരിപാടി പൊട്ടി. അപ്പൊ ഫൈന അത് വേണ്ട. അത് നല്ല വിക്ക ഫൈന്. ഇങ്ങോട്ടെണ്ണ പറഞ്ഞാല് വിക്കപ്പ് എടുക്കാന്ന് പിക്കപ്പ് പറ്റൂല ആർക്കും. പിക്കപ്പ് കുറച്ചിലല്ലേ എല്ലാത്തിനും. അപ്പൊ ആണോ എല്ലാത്തിനും ആണോ? ഒരു പിക്കപ്പ് ഉണ്ടായിട്ട് അത് പറ്റൂല ആയിരിക്കും. എല്ലാവരും കാറ് ഗൂഗിൾത്താണോ എന്ത് കാറുണ്ടായിട്ട് അപ്പൊ ജീവിക്കാൻ എല്ലാവരും വേക്ക് എന്തും എൻ്റെ പറഞ്ഞത് വേക്ക് നിൽക്കാനോ വേക്കൊന്ന് മുന്നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു പ്രതിഭാസം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല വട്ടാങ്കി വേക്കണം മെനെ കാണൂലേ? അപ്പൊ മുന്നെടുക്കും മോനെയും കാണും. എന്തേത്തും മണ്ടന്മാരത്. എന്തോ ഇംഗ്ലീഷ് രമണി അടിക്കാൻ ക്യാമറ ഒന്നും മാറ്റട്ടെ. എല്ലാ കൂട്ടത്തിലും കാണും. നിസ്കരിക്കാനൊന്നുമില്ല, പക്ഷെ ഫോണിൽ ഇങ്ങനെ തടിയൂ. നിസ്കരിക്കാവുന്ന പരിപാടിയൊന്നുമില്ല, ഒരു പരിപാടിയും ഇല്ല. പക്ഷെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ ഇങ്ങനെ ഭാഗം കൊടുക്കും, പക്ഷെ നിസ്കരിക്കൂല. ഇത് നാട്ടിലെ മുല്യാരാ, പക്ഷെ ഇവിടുന്ന് കാട്ടാളനോ. ദുബായിലെത്തിയാ കാട്ടാള, നാട്ടിലെ മുല്യാര് മുടിയട്ടി നമ്മള് എപ്പോഴും മാറി ചിന്തിക്കണ്ടേ. എല്ലാം പക്ഷെ പഠിച്ചോ മാറി ചിന്തിക്കാൻ നമ്മൾ കൂട്ടിക്കൂല. ഒരു വൈക്ക് തെറ്റിയിട്ടേ വലിയ പോവും. പോരാൻ വല്ല ഉഷാറാ. തിരിച്ചു പോകുമ്പോക്ക് തെറ്റി മെഴുകി കച്ചറായി. എന്റേതാകെ 10 കിലോമീറ്റർ പുറത്തേക്ക് പോയിട്ടേ ഉള്ളൂ. ഒരുത്തര് ഹാർബറിൽ മീൻ കാണാനുള്ള വിഷമത്ത് പോവുക. എന്താ ചെയ്യ ഗൈസ്? എന്നാല് കുറച്ച് കഴിഞ്ഞ് കാണാം. കടി എന്താണ് നോക്കിയിട്ട് വരാം. കടിയായിട്ട് ബീഫുണ്ട്, ചിക്കനുണ്ട്. എന്താ കടി വേണ്ടി ആയിസേ? കോഴിക്കട്ടെ, ഒരു കോഴിക്കട്ട ഒന്നേ, ഒരു കോഴിക്കട്ട. പിന്നെ വേറെ എന്താണ്ടി? ബ്ലോഗാ ഇത് നമ്മളെ കൈയാണ്. വേറെ എന്താ വണ്ടി പറയും? ഞാൻ വലിയ ബ്ലോഗറാ. നമ്മളെ കൈയാ. സലാം പറഞ്ഞോളി. വീഡിയോ സലാം പറയും നിങ്ങള്. നമ്മളെ തലശ്ശേരിക്കാരൻ സ്വന്തം കൈയാണ്. പാനൂര്. എന്താ പെണ്ണാലോചിക്ക? താത്ത കാണൂട്ടോ. ഉള്ളിലുണ്ട്. നിങ്ങളെ വീഡിയോ മൊത്തം പ്രൊമോഷനാ. ഇത് നമ്മളെ ആളാണ്. ചായ വാല. വീഡിയോ പ്രൊമോഷനാ, എല്ലാത്തിലും വരും. ഇതാണ് നമ്മളെ പീഡിയ. നമ്മളെ ഭായിയാണ്. ബീഫ് വേണ്ടേ? ബീഫ് കോഴിക്കട്ട ഒരു ബീഫ് എടുത്തോളൂ. ഓനൊരു ബീഫ്. കോഴിക്കട്ട തന്നത് റോസ്റ്റ് അല്ല, മറ്റേ പൊരിച്ച് കോഴിക്കട്ട കാണുന്നുണ്ട് പൈസ. അടിപൊളി മസ്റ്റ് ട്രൈ അല്ല, ഒതന്റിക് സാധനം. ഓ ഏതാ അത് വിട്ടിരുന്നു എല്ലാം ഇവിടെ വെറുതെ. എൻ്റെ മോണ, നമ്മൾ ഷുഗർ കട്ടായും കൊണ്ട് നമ്മൾ കഴിക്കില്ല. ഇനി നമുക്ക് ബീഫ് വന്നിട്ട് കാണാം ഗൈസ്. നമ്മൾ എന്തേ പറയല്? നെയ്പത്തിരിയോ? നെയ്പത്തലും മെയിൻ അവനെ നമുക്ക് എടുക്കും. അവനാണ് എടുക്കും ബീഫ്. മോണേ ഒതന്റിക് ബീഫ്. ഒന്ന് ഒരു പീസ് കഴിക്കാൻ നോക്കട്ടെ. മസ്റ്റ് ട്രൈ.
ഓ എൻ്റെ ഒരു ബുദ്ധിമുട്ടേ നമ്മൾ ഷുഗർ കട്ട് ആയതുകൊണ്ട് നമ്മൾ കഴിക്കില്ല ഗൈസ്. ബീഫ് നമ്മൾ കഴിക്കും, ചെറിയൊരു ബീഫ് കഴിക്കും. അടിപൊളി. ആ പേര് കണ്ടില്ല, പേര് വേണം യൂട്യൂബിന്. വീണ്ടും കണ്ടുമുട്ടുന്നതാണ് എന്ത് പേര് യൂട്യൂബിന് എൻ്റെ പേര് നട്ടു. എൻ്റെ പേരുന്ന മോശം. യെസ് പൊട്ടിപ്പോകും. ബീഫ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല രസമുള്ള ബീഫാണ്. ചായ കഴിഞ്ഞ ചായ പിന്നെ ബീഫ് ആണല്ലോ. ചായ വന്നില്ല, കടി തീർന്നു. ബീഫ് കൂടി ഞാൻ എടുക്കുകയാണ്. ലാസ്റ്റ് ബീഫ് കാണോ. കിട്ടില്ല ചായയാണ് കഴിച്ചിട്ട്. അൽക്കൂസിലെ ഏറ്റവും നല്ല ചായ എടുത്താണ്. നല്ല കിട്ടില്ല ചായ എടുത്ത അൽക്കൂസിലെ ഏറ്റവും നല്ല ചായ എടുത്ത. ചായ കുടിച്ച റിവ്യൂ അറിയും. എങ്ങനെ ചായ ഉണ്ട്? നല്ല നല്ല അടിപൊളി. എങ്ങനെ മധുരം ചായ? പാലിന്റെ ചായ ചായ എങ്ങനെ? അല്ല ഉള്ള നമ്മൾ ലോൺ പറയൂ. ഇവിടുത്തെ ചായ അടിപൊളിയാണ്. നമ്മളിത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, അല്ലാണ്ട് തന്നെ നമ്മൾ പറയാം. ചായ എങ്ങനെ? കൈ നമ്മൾ പ്രൊമോഷനെ വിളിച്ച് കിട്ടോ ചായൻ്റെ? ചായ എങ്ങനെ? അൽക്കൂസിൽ ഈ ചായക്ക് വേണ്ടി നമ്മൾ എന്ത് കോടികൾ ലക്ഷങ്ങൾ നമ്മൾ കൊടുക്കും ഇവിടെ ചായ അടിക്കണമെങ്കിൽ. വൈകുന്നേരം ഇവിടുത്തെ ഒരു ചായ മസ്റ്റാലേ. ഈ ചാടിക്ക് നമ്മൾ എത്ര ദൂരം സഞ്ചരിക്കാൻ വന്നു. അതെ ഇവിടുത്തെ ബീഫ്. ഇവിടെ നല്ല ദോശ ഉണ്ട്. ഇതൊന്നും ദോശ ബോസേ. വീട്ടിലെ ഓംപ്ലേറ്റ് ബോസ്. നാല് ചായ. ദാറ്റ്സ് ഓൾ. ചില്ലറ. ആ ഞാൻ ഷുഗർ കട്ടാ. 500 ഷുഗറാ ചങ്ങായിക്ക്. നമുക്കായി അസ്സലാമു അലൈക്കും. പോട്ടെ, വീണ്ടും കാണാം. സന്ധിക്കും വരെ വീണ്ടും കാണാം. ആ ബോസേ പോയി. ഓക്കെ, എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കുക. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അൽക്കൂസിലാണ്. നൂർ. നല്ല ഫുഡാണ് ഗൈസ്, നല്ല വൃത്തിയുള്ള ഫുഡാണ്. ഈ കിങ് ഷെഫിൻ്റെയും ഷക്ലാൻ്റെയും ഓപ്പോസിറ്റ് ആയിട്ട് അൽക്കൂസിലാണ്, അൽക്കേക്കിൻ്റെ നൂർ റെസ്റ്റോറൻറ്റ്, നൂർ ഡിലൈറ്റ്. എല്ലാവരും വന്ന് ഭക്ഷണം കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ റൂമിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. പാനൂർ, പണ്ടത്തെ പാനൂർ റെസ്റ്റോറൻറ്റ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിൽ പോവുക. ഏട്ടാ പോണേ? റൂമിലെല്ലാം മുടിയിട്ടേ എങ്ങോട്ടും പോവാം. പൈസ ഉണ്ടാക്കി റൂമിൽ പോയെല്ലാം മുടിയിട്ടേ. ഞാൻ റൂമിലേക്ക് നടന്നു. നടന്നു തിന്നാ പിന്നെ പായസം ഇതാവൂല. അത് നടക്കൂല. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നമ്മളെന്തും ചെയ്യും. എന്ത് മനസ്സിലാക്കണം? എല്ലാ പരിപാടിയും കഴിഞ്ഞ ചായക്ക് വാങ്ങി കൊടുക്കാം. അല്ല കാറിൽ കയറുന്ന തിന്നാ ചാടിക്കാറില്ലല്ലോ. അല്ലെങ്കിൽ അല്ലേ കാറിൽ കയറുന്ന മോനാ ചാടിക്കാന്ന് അറിയണേ. ഇപ്പൊ എന്നിട്ട് ഓനാ നിർത്താൻ അറിയുന്നേ കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് വെയിറ്റ് ചെയ്യാം നമ്മളെ മുടിന്റെ. ഗൈസ് നാളെ നമുക്ക് മുടിന്റെ ഒരു വ്ളോഗ് ഉണ്ടായിരിക്കുന്നതാണ്. ഷോർട്ടിന്റെ ഗൈസ് നമ്മളിപ്പോ നമ്മളെ റൂമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ആകെ റൂമിൽ രണ്ടാളെ ലൈക്ക് ഒന്നും എന്റെ ഫേക്ക് ഐ ഡി, ഒന്നും എന്റെ ഒറിജിനൽ ഐ ഡി, അല്ല ഞാൻ ചോദിക്കുന്നത് ഒന്നും എന്റെ ജാസിയോ, 3 ലൈക്ക് ആകല്ലേ. റിപ്പോർട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. റൂമിൽ പോവാണ്. വ്ളോഗ് ഇന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഉയർത്തുക. ഓ തണുക്കത് കുളിരുന്നു ഒന്ന് പറയട്ടെ. നമ്മുടെ ബ്ലോഗ് ഇന്ന് ആദ്യത്തെ ബ്ലോഗാണ്. അപ്പോൾ നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു ബ്ലോഗ് ചെയ്ത് നാളെ കാണാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, പിന്നെ എല്ലാം ചെയ്യുക. ഓക്കെ, താങ്ക് യു.